Hi friends, welcome back to Vibe Destinations. കയ്യടിച്ച് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നിഴലുകളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സാന്തൻ വാലിയിലാണ്. മഹാരാഷ്ട്രയിലെ ഒരു അടിപൊളി അഡ്വഞ്ചർ ട്രക്കിംഗ് അതുപോലെ തന്നെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ വേറൊരു അടിപൊളി സ്പോട്ടാണിത്. നമ്മുടെ യാത്രയോടെ ആരംഭിക്കുകയാണ്. നമ്മൾ നേരെ പോകുന്നത് മുംബൈ താനേലേക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ രാത്രിയോട് കൂടി നമ്മളവിടെ എത്തി. ഇനി നമ്മൾ നോക്കേണ്ടത് ടിപ്പ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരുടെ ഒപ്പമാണ് നമ്മൾ ഈ സാന്തൻ വാലി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഗ്രൂപ്പ് കൂടെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ഗ്രൂപ്പിലത്തെ ഒരു മെമ്പറാണ് അക്ഷയ് എന്നാണ് അവൻ്റെ പേര്. ഒപ്പം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ക്രിസ്റ്റി ബ്രോയും ഉണ്ട്. പിന്നെ കുറച്ച് ഗുജറാത്തിൽ നിന്നുള്ള ആൾക്കാരും നമ്മൾ പരിചയപ്പെട്ടു. വേറെയും കുറേ സ്റ്റേറ്റിൽ നിന്നും പിന്നെ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബസ് വന്നു. നമ്മൾ ഈ ബസ്സിൽ കയറിയിട്ട് എല്ലാവരും കൂടിയിട്ട് പോവുകയാണ് പ്ലാൻ. ഇപ്പോൾ ഒരുവിധം ആൾക്കാർ മുംബൈയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അക്ഷയ് ബ്രോയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് മുംബൈയിലത്തെ ടീമിനെ, മുംബൈ താനെ ടീമിനെ. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ വണ്ടി എടുക്കും, കുറച്ച് പേരും കൂടി വരാനുണ്ട് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ രാവിലെ ഒരു 6 മണിയോട് കൂടി നമ്മൾ ക്യാമ്പ് സൈറ്റിൽ എത്തിയിട്ടുണ്ട്. സെറ്റ് ക്ലൈമറ്റാണ്, ഒന്നും പറയില്ല. അത് ക്ലൈമറ്റ്. എല്ലാവരും അവിടെ ഓടി നടന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു രക്ഷയിലെ അടിപൊളി സമയമാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഒന്നും കാണാനില്ല. ചുറ്റും കുറേ വില്ലേജൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കാണാനില്ല. നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. പോഹയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇവർ സെർവ് ചെയ്യുന്നത് പോഹയാണ്. അപ്പോൾ നമ്മളതൊക്കെ നൈസായിട്ട് തട്ടി നമ്മുടെ ക്രിസ്റ്റി ബ്രോ നൈസായിട്ട് സൈഡിൽ മാറി നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ വഴിക്ക് തന്നെ എല്ലാവരും വിളിച്ച് കൂട്ടിയിട്ട് അവർ സെൽഫ് ഇൻട്രൊക്കെ തന്നു. പിന്നെ ഒരു ട്രക്കിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നു. പിന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ അവർ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ നേരെ ഇനി എല്ലാവരും കൂടിയിട്ട് സാന്തൻ വാലിക്കാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. NH 160 വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ മുംബൈയിൽ നിന്ന് സാന്തൻ വാലിയിലേക്കുള്ള ദൂരം 182.5 കിലോമീറ്ററാണ്. വെറും 5 മണിക്കൂറിൽ ഇവിടെ എത്താൻ കഴിയും. ശൈത്യകാലത്താണ് സാന്തൻ വാലി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ട്രക്കിംഗ് അനുഭവം ആസ്വദിക്കുവാനായി മഴക്കാലത്തും സാന്തൻ വാലിയിലേക്ക് പോവാം. നമ്മളിപ്പോൾ പോകുന്നത് ഒരു വ്യൂ പോയിന്റിലേക്കാണ്. കുറച്ച് കഷ്ടമാണ്, കാരണം ഉരുളൻ പാറകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ തെന്നി വിടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നല്ല ഫോഗാണ്, അടിപൊളി ക്ലൈമറ്റും കൂടിയാണ്, ചെറിയൊരു മഴയുണ്ട്.
അങ്ങനെ നമ്മളിപ്പോൾ വ്യൂ പോയിന്റ് എത്താറായിട്ടുണ്ട്. കുറച്ച് കഷ്ടമാണ്, വലിഞ്ഞിട്ടൊക്കെ വേണം കയറാൻ. അങ്ങനെ നമ്മൾ ഏകദേശം വ്യൂ പോയിന്റിൻ്റെ ഏകദേശം ഒരു വ്യൂവിൽ എത്തിയിട്ടുണ്ട്. അടിപൊളി, ഫുൾ ഫോഗ്, ഒന്നും പറയാനില്ല, വൈബ് തന്നെ. അപ്പോൾ ഇതാണ് ഏകദേശം നോർമൽ ക്ലൈമറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു വ്യൂ. സന്തൻ വാലിയിലത്തെ ഒരു വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി അടുത്ത ഒരു അഡ്വഞ്ചറിലേക്കാണ് പോകുന്നത്. സാന്തൻ വാലിയെ ഷാഡോസ് വാലി എന്നാണ് വിളിക്കുന്നത്. റോഡ് ട്രിപ്പ് പ്രേമികളുടെ ഇഷ്ട സ്ഥലമാണിത്. സൂര്യപ്രകാശം താഴ്വരയിൽ പതിക്കാത്തതിനാലാണ് ഈ സ്ഥലത്തിന് ഇങ്ങനെയൊരു പേര്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കിടയിൽ ഇവിടം പ്രസിദ്ധമാവാനുള്ള മറ്റൊരു കാരണം ട്രക്കിങ്ങും ക്യാമ്പിങ്ങും തന്നെയാണ്. ശൈത്യകാലത്താണ് സാന്തൻ വാലി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ട്രക്കിംഗ് അനുഭവം ആസ്വദിക്കുവാനായി മഴക്കാലത്തും സാന്തൻ വാലിയിലേക്ക് പോവാം. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് റാപ്പലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പോകുന്ന വഴിയിൽ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം. ലോക്കൽസാണ്, ഇവിടെ ഉള്ളവരാണ്. അപ്പോൾ കുറേ പേര് ഇത് മേടിച്ച് കഴിക്കുന്നുണ്ട്. അത് അവർക്കൊരു വരുമാനമാണ്. ഈ ഒരു മല കയറിയിട്ട് വേണം നമുക്ക് റാപ്പലിംഗ് ചെയ്യുന്നിടത്തേക്ക് എത്താൻ. കുറച്ച് ദൂരം നടക്കാനുണ്ട്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് റാപ്പലിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഒരു പേടിയുണ്ട് എന്താവും എന്നുള്ളത്. കാരണം ഫുൾ കയറുമുള്ള കളിയാണ്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന കയറുണ്ടല്ലോ, അടിയിൽ കൂടെ നമ്മൾ മെല്ലെ ലൂസാക്കി വിട്ടിട്ട് മുകളിൽ ഇങ്ങനെ പിടിച്ച് മെല്ലെ മെല്ലെ ഇറങ്ങുകയാണ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡിലത്തെ ഒരു ബ്ലൂ കളർ കയറ് അവിടെ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സീനില്ല, വീണാലും അവരത് പിടിക്കും. അതുകൊണ്ട് ആ ഒരു ട്രസ്റ്റിലാണ് നമ്മൾ മെല്ലെ വലിഞ്ഞിറങ്ങുന്നത്. ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് തന്നെ ഇറങ്ങൽ കുറച്ച് സീനാണ്. ചിലവർ മുട്ട് ആ പാറയുമ്പോൾ തട്ടലും പൊട്ടലൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും ഇതൊരു മാരക എക്സ്പീരിയൻസ് തന്നെയാണ്. കയ്യടിക്ക് ഈ ഒരു ട്രക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ കണ്ട ചെറിയൊരു കടയിൽ കയറിയിട്ട് നമ്മൾ മാഗി ഓർഡർ ചെയ്തു. നല്ല വിശപ്പായിരുന്നു, കാരണം അത്യാവശ്യം നല്ലപോലെ നടന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമ്മളിപ്പോൾ തിരിച്ച് ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ തിരിച്ച് മുംബൈ ടു തൃശ്ശൂർ, അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.